ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന് ഇന്ന് ജന്മനാട് വിട നൽകും. ഇന്ന് പുലർച്ചെയോടെ തലസ്ഥാനത്തെത്തിച്ച ഭൗതികദേഹത്തിൽ നാടെങ്ങും അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. വിഷ്ണു പഠിച്ച SKV ഹൈസ്കൂളിലടക്കം പൊതുദർശനത്തിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വിഷ്ണുവിന് നാട് വിട നൽകുക. ജീവൻ നൽകിയ നാടിന്റെ പ്രിയപുത്രൻ CRPF ജവാൻ വിഷ്ണുവിന് വിട നൽകുകയാണ് അനന്തപുരി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന്റെ സംസ്കാരം ഇന്ന് ജന്മനാടായ പാലോട് നടക്കും. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ഭൗതികദേഹം CRPF ഉദ്യോഗസ്ഥരും കുടുംബവും ഏറ്റുവാങ്ങി. തുടർന്ന് വിഷ്ണു പുതിയതായി പണി കഴിപ്പിച്ച വീട്ടിലും കുടുംബ വീട്ടിലും പൊതുദർശനം. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ വിഷ്ണുവിനെ അവസാനമായി കാണാൻ എത്തുകയാണ്. 10 മണിയോടെ നന്ദിയോട് ജംഗ്ഷനിലും ശേഷം വിഷ്ണു പഠിച്ച SKV ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം നടത്തും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വിഷ്ണുവിന്റെ സംസ്കാരം. ജനം, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, വിഷ്ണുവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആൾക്കാർ തന്നെയാണോ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന്റെ ഭൗതികദേഹം എത്തിച്ചത്. ഒപ്പം തന്നെ CRPFന്റെ പള്ളിപ്പുറം ഓഫീസിലെ ഉദ്യോഗസ്ഥരും ബന്ധുക്കളും ചേർന്നാണ് ഭൗതികദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ആദ്യമായി ഭൗതികദേഹം എത്തിച്ചത് വിഷ്ണുവിന്റെ സ്വന്തം വീട്ടിലേക്ക്, അതായത് 1.5 മാസം മുൻപ് പണി കഴിപ്പിച്ച പാലോടുള്ള വീട്ടിലേക്കാണ് ആ ഭൗതികദേഹം എത്തിച്ചത്. അവിടെയും നൂറുകണക്കിന് ആളുകൾ ആ സമയത്തും അദ്ദേഹത്തിനെ കാണാൻ എത്തിയിരുന്നു. ആദരം അർപ്പിക്കാനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനും എത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിഷ്ണുവിന്റെ സ്വന്തം വീട്ടിലേക്ക്, കുടുംബ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 10 മണി വരെ വീട്ടിൽ പൊതുദർശനം തുടരുകയും ചെയ്യും. ശേഷം 10 മണിക്ക് നന്ദിയോട് ജംഗ്ഷനിൽ പൊതുദർശനമുണ്ട്. കാരണം നന്ദിയോടിന്റെ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയുടെയും ഭാരതത്തിന്റെയും ഒക്കെ അഭിമാനപുത്രനാണ്. സ്വാഭാവികമായും ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാനായി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൗകര്യാർത്ഥം പൊതുദർശനം നന്ദിയോട് ജംഗ്ഷനിൽ കൂടി ക്രമീകരിച്ചിരിക്കുന്നത്. ശേഷം SKV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം നടക്കുക. വിഷ്ണു പഠിച്ച സ്കൂളാണ്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെ പൂർത്തീകരിച്ച സ്കൂളാണ്. ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനം CRPFിലേക്ക് ജോയിൻ ചെയ്യുന്നതടക്കമുള്ള തീരുമാനമെടുത്ത ആ ഒരു സ്കൂളിൽ അവരുടെ അധ്യാപകർക്കടക്കം കാണാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലേക്ക് ഭൗതികദേഹം എത്തിക്കും. ശേഷം അവിടെയാണ് പൊതുദർശന ചടങ്ങുകൾ നടക്കുക. 11 മണിയോടുകൂടി പൊതുദർശനങ്ങൾ പൂർത്തിയാക്കി 12 മണിയോടെ ഭൗതികദേഹം സംസ്കാരത്തിനായി ശാന്തിവീരം പൊതുശ്മശാനത്തിൽ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകുകയും ചെയ്തത്. നിലവിൽ നമ്മൾ അറിയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ആരും തന്നെ ഈ ഭൗതികദേഹം ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു ധീരജവാനെ സ്വീകരിക്കാൻ സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ സ്വാഭാവികമായും എത്തുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്നൊരു ചെറിയ രീതിയിലുള്ള സങ്കടം വിഷ്ണുവുമൊക്കെ ചില ബന്ധുക്കൾ കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഭൗതികദേഹം ഉള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലാണ്. 1.5 മാസം മുൻപാണ് ഇവിടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനൊക്കെയായി വിഷ്ണു അവസാനമായി എത്തിയത്. ഇനി ഒരു മാസത്തിന് അകം തിരികെ നാട്ടിലേക്ക് അവധിക്ക് വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഛത്തീസ്ഗഡിൽ ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോട് കൂടിയാണ് മാവോയിസ്റ്റിന്റെ ഭീകരാക്രമണത്തിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ വിഷ്ണുവും സഹ ഉദ്യോഗസ്ഥനും കൂടി വീരമൃത്യു വരിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാ രീതിയിലുള്ള ഔദ്യോഗിക ബഹുമതികളും നൽകി തന്നെയായിരിക്കും ഭാരതപുത്രന് ഇത്തരത്തിലൊരു അന്ത്യാഞ്ജലി നാട് സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള കണ്ണീരും വലിയ രീതിയിലുള്ള സങ്കടത്തിലും ഒക്കെയാണ് നാട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യത്തിലും നാട്ടിലെ പങ്കെടുക്കുന്ന, നാടിന്റെ എല്ലാ ഹൃദയസ്പന്ദനങ്ങളും അറിയുന്ന ഒരു വ്യക്തി, നാടിനെ സേവിക്കാൻ, ഭാരതത്തിന് കാവലിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പൊതുദർശന ചടങ്ങുകൾ തുടരുകയാണ്. സുരേഷ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.